റെയിൽവേയുടെ ഗുരുതര സുരക്ഷാ വീഴ്ച കാരണം റെയിൽ അപകടങ്ങൾ വർദ്ധിക്കുകയാണ്. രാജ്യത്തെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന സഞ്ചാര മാർഗമാണ് ഇന്ത്യൻ റെയിൽവേ. കേന്ദ്ര സർക്കാരിന്റെ പ്രധാന വരുമാന സ്രോതസ് കൂടിയായ ഇന്ത്യൻ റെയിൽവേയിൽ സുരക്ഷ ഒരുക്കുന്നതിലും പ്രാഥമിക സൗകര്യമൊരുക്കുന്നതിലും വലിയ വീഴ്ചയാണ് സംഭവിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ വീഴ്ച മൂലം അപകടങ്ങൾ ആവർത്തിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ അവസാനമായി സംഭവിച്ച ട്രെയിൻ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ അടക്കം റെയിൽവേ പരിശോധിക്കാതെ അപകടത്തിൽ മരിച്ച ലോക്കോ പൈലറ്റിന്റെ പിഴവാണെന്ന് ചൂണ്ടിക്കാണിക്കാനാണ് അധികാരികൾ ശ്രമിക്കുന്നത്. മുൻകാലങ്ങളിൽ ഉണ്ടായ അപകടങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ അന്വേഷണ കമ്മീഷനുകൾ കണ്ടെത്തുകയും പരിഹാര നടപടികൾ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും റെയിൽവേ ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU സംസ്ഥാന പ്രസിഡന്റ് RG പിള്ള പറഞ്ഞു. ഇന്ത്യൻ റെയിൽവേയിൽ അടിക്കടി ഈ അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കാലത്ത് അന്വേഷണ കമ്മീഷനുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള തിരുത്തലുകൾ വരുത്താതെ റെയിൽവേയുടെ സുരക്ഷിതത്വത്തിന് ആവശ്യമായ ഫണ്ട് വിനിയോഗിക്കാതെ മുഴുവൻ സുരക്ഷാ കാറ്റഗറികളിൽ ഉൾപ്പെടെയുള്ള ഒഴിവുകൾ നികത്തിക്കൊണ്ട് കാലാനുസൃതമായ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അത് ഇതെല്ലാത്തിനും ഉപയോഗിക്കേണ്ടതല്ലേ. റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ആവശ്യത്തിന് ജീവനക്കാരെ കേന്ദ്ര സർക്കാർ നിയമിക്കാത്തതെന്നും യൂണിയൻ നേതാക്കൾ പറഞ്ഞു. 4.5 ലക്ഷത്തോളം ഒഴിവുകളാണ് സുരക്ഷാ ജോലികളിൽ അടക്കം റെയിൽവേയിൽ നികത്താനുള്ളത്. അവ നികത്താൻ വേണ്ട നടപടികളൊന്നും റെയിൽവേ മന്ത്രാലയം എടുക്കുന്നില്ല. സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്, പാലക്കാട്.